സമാന്തരമായ ഏതൊക്കെ പാതകളിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ട്രംപിന്റെ സ്വപ്നങ്ങളാണോ ഈ ട്രൂത്ത് സോഷ്യലിൽ വിളമ്പുന്നത്? സ്വപ്നങ്ങളാവാം, അല്ലെങ്കിൽ ട്രംപിന്റെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് കിളി പോയിട്ട് സംസാരിക്കുന്നതാവാം. ഞങ്ങളുടെ പടക്കപ്പലുകൾ നിങ്ങൾക്ക് എസ്കോർട്ട് തരും, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്നാണ് പറഞ്ഞത്. ആ പറച്ചിലും കേട്ട് വന്ന ഒരുപാട് കപ്പലുകൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഈ ഹോർമൂസിൽ ഒരു വലിയ അടി ഇറാൻ കൊടുത്തിരിക്കും. ഇത് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തും. അമേരിക്കയുടെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള കാശില്ല, പ്രതിരോധ സംവിധാനങ്ങൾ, പ്രതിരോധത്തിനുള്ള ആയുധങ്ങളില്ല. ഏതോ അമേരിക്ക ഹോർമൂസിനെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ മാപ്പിൽ ഹോർമൂസും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. ഇറാൻ ഇത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല ഇതുവരെ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇറാൻ മിണ്ടില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി കൊടുത്ത് സമയം കളയാനുള്ള സമയമില്ല. ഇപ്പോൾ അഞ്ജന പറഞ്ഞു ഈ ഹോർമൂസ് അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നു. അതിന് ആധാരമായിട്ട് എന്താണ് അഞ്ജന ചൂണ്ടിക്കാണിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇത് എത്രാമത്തെ തവണയാണ് ട്രംപ് ലോകത്തെ കബളിപ്പിക്കുന്നത്, തെറ്റായ വിവരങ്ങൾ കൈമാറുന്നതെന്ന് അഞ്ജനയ്ക്ക് വല്ല ധാരണയുണ്ടോ? മിനിമം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്നത് ട്രംപാണ് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയെങ്കിലും ഇനിയെങ്കിലും നമുക്ക് വേണം. കാരണം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിനും സംസ്ഥാന രാഷ്ട്രീയത്തിനും ഒക്കെ അർഹമായ പ്രാധാന്യം കൊടുക്കുന്നതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര വാർത്തകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമമാണെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ യുദ്ധരംഗങ്ങളിൽ ഇത്രയും കാലമായി സംഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനെന്നുള്ളത് കൊണ്ടാണ്. ഈ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്റർ എന്ന പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആഴത്തിൽ തന്നെ പഠിച്ചിട്ടാണ് നമ്മൾ പറയുക. ഇപ്പം ട്രംപ് പറയാണ് ഇറാൻ തോറ്റിരിക്കുന്നു, ഹോർമൂസ് കടലെടുക്ക് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു, ഹോർമൂസ് ഞങ്ങളുടെ ഭാഗമായിരിക്കുന്നു, ഹോർമൂസിലൂടെ ഞങ്ങൾ കപ്പലുകൾ അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ട്രംപാണ് പറയുന്നത്. ഇതിനെ തെളിയിക്കുന്ന വിധത്തിൽ കയ്യിലെ രേഖ കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്ന് ട്രംപ് പറയുമായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് വരച്ചിട്ട് അമേരിക്കയുടെ പുതിയ മാപ്പിൽ ഹോർമൂസും ഉണ്ടെന്ന് പറയുമായിരിക്കും. ഇനി ഹോർമൂസ് കടലിടുക്കിന് ഡൊണാൾഡ് ട്രംപ് എന്ന് പേരും ഇടുമായിരിക്കും. അയാൾ ചെയ്തോട്ടെ. ഇത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്ന് ലോകം ഇനി വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. എന്തിന്? ഇതിനു മുമ്പും ഒമാനുമായി ചേർന്നിട്ട് ഒരു കടലിടുക്ക് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവർ പണിഞ്ഞുണ്ടാക്കി അതുവഴി കപ്പൽ ഗതാഗതം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങനെയല്ല. അത് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ പുതിയ കപ്പൽപാത ഉണ്ടാക്കും, പുതിയൊരു കപ്പൽപാത നിർമ്മിക്കും എന്ന് പറയുന്നത് ഫിസിക്കലി അല്ലെങ്കിൽ ലിറ്ററലി ഏതെങ്കിലും ഒരു കപ്പൽപാത ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്നുണ്ടാക്കുന്നതല്ല. അതിലെയും പോകാം, ഇതിലെയും പോകാം, പല വഴിക്ക് പോകാം. അപ്പൊ ഇറാന്റെ തീരത്തു കൂടി അല്ലാതെ ഇതിലെ വേണമെങ്കിലും ഈ കപ്പൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുവരെ സമാന്തരമായ ഏതൊക്കെ പാതകളിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ടൊരു കപ്പൽപാത വേണം എന്നുള്ളത് അമേരിക്കയുടെ സ്വപ്നമാണ്, ട്രംപിന്റെ ആവശ്യമാണ്. ഒമാൻ തീരത്തു കൂടി ഇറാന്റെ അനുമതി വേണ്ടാത്ത, അതായത് ഇറാന്റെ തീരത്തുകൂടെ ബന്ധപ്പെടാത്ത രീതിയിൽ ഹോർമൂസിന്റെ മറ്റു പല വഴിക്കും കപ്പലുകൾ കൊണ്ടുപോകണം എന്നാണ് ട്രംപിന്റെ സ്വപ്നം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇറാന് ഹോർമൂസിൽ ഒരു ഗ്രിപ്പില്ല എന്ന് വരുത്താൻ പറ്റൂ. അപ്പൊ ഈ ട്രംപിന്റെ സ്വപ്നങ്ങളാണോ ഈ ട്രൂത്ത് സോഷ്യലിൽ വിളമ്പുന്നത്? സ്വപ്നങ്ങളാവാം, അല്ലെങ്കിൽ ട്രംപിന്റെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് കിളി പോയിട്ട് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടിച്ച ബ്രാൻഡ് മാറിയതാകാം, എന്തും ആവാം. ട്രംപ് ആയതുകൊണ്ട് നമുക്ക് എന്തും പറയാമെന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് ഊഹിക്കാം. കാരണം അങ്ങനെയാണ് ട്രംപിന്റെ രീതി. ഇപ്പം ട്രംപിന്റെ വാക്കുകളെ ഭ്രാന്തന്റെ ജൽപ്പനമെന്ന് വിളിക്കുന്നത് അമേരിക്കക്കാരാണ്, നമ്മളല്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം എത്ര തവണ ട്രംപ് യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു, നാളെ യുദ്ധം അവസാനിക്കും, മറ്റന്നാൾ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര തവണ ഇറാൻ തീർന്നു, ഇറാൻ അവസാനിച്ചു, ഇറാന്റെ 90% ഈ പറയുന്ന ആയുധങ്ങളും ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ബഹ്റൈനിൽ അമേരിക്കയുടെ വിമാനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് ഓട്ട വീഴ്ത്തുന്ന ഇറാനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ ട്രംപ് ഇറാനെ തകർത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അപ്പുറത്ത് അക്രമോത്സുകരായി നിരന്തരമായി യുദ്ധം അഴിച്ചുവിടുന്ന ഇറാനെയാണ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ കാണുന്നത്. അപ്പൊ ഏതാണ് യാഥാർത്ഥ്യം എന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ട്രംപിനെ സംബന്ധിച്ച് ഹോർമൂസ് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ട്രംപിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം ഈ യുദ്ധം തുടങ്ങിയത് ഇറാന്റെ ആണവശേഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അവര് നിരായുധീകരിക്കപ്പെടണമെന്ന ആവശ്യത്തിന്റെ പേരിലാണ്. അതിനപ്പുറം ഇറാനിൽ ഒരു ഭരണമാറ്റം വേണമെന്ന സ്വപ്നം കൊണ്ടാണ് ട്രംപ് ഈ പണിക്കിറങ്ങിയത്. പക്ഷെ ഇപ്പോ ഇതെല്ലാം
ചർച്ചയല്ലാതാകുന്നു, ഇതൊന്നും വിഷയമല്ലാതാകുന്നു. ഇപ്പൊ വിഷയം ഹോർമൂസ് മാത്രമാണ്. അത് ഇറാന്റെ ഗെയിം പ്ലാൻ ആണ്. അപ്പൊ ആ ഗെയിം പ്ലാൻ അമേരിക്കയെ തകർത്ത് കളഞ്ഞു. അമേരിക്കയ്ക്ക് ഇനി യുദ്ധം ചെയ്യാൻ പണമില്ല, പ്രതിരോധിക്കാൻ പ്രതിരോധ സേനയുടെ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങളില്ല, പ്രതിരോധ ആയുധങ്ങളില്ല, യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളുടെ എണ്ണം കുറഞ്ഞത്. ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ ഇറാൻ ഹോർമൂസിൽ കൃത്യമായ അവരുടെ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പിടിമുറുക്കിയിട്ടുണ്ട്. ഹോർമൂസിന്റെ ഒരു ഭാഗത്തെ വീതി, അല്ലെങ്കിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് വെറും 33 കിലോമീറ്റർ ആണ്. ഈ 33 കിലോമീറ്ററിനെതിരെ എതിരെ പോയാലും ഇറാൻ ആ കപ്പലുകൾ അടിക്കാൻ കഴിയും. അപ്പുറത്ത് ഒമാൻ തീരവും ഇപ്പുറത്ത് ഇറാൻ തീരവുമാണ്. അപ്പുറത്തെ സൈഡിലൂടെ ചേർന്ന് പോയാലും ഇറാൻ അടിക്കാൻ കഴിയും. ഇറാന്റെ കണ്ണ് വെട്ടിച്ചു പോയി ചിലപ്പോൾ 1-2 കപ്പലുകൾ പോയിട്ടുണ്ടാകാം. പക്ഷെ ദശലക്ഷക്കണക്കിന് കപ്പലുകൾ കടന്നുപോയി എന്നുള്ളൊരു ദശലക്ഷക്കണക്കിന് കപ്പലൊന്നും ഇല്ല അഞ്ജന. ഏറിപ്പോയാലും ആകെ ആ മേഖലയിൽ കെട്ടിക്കിടക്കുന്നത് 10-15 കപ്പലുകളേ ഉള്ളൂ. അപ്പൊ അമേരിക്ക ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ദശലക്ഷക്കണക്കിന് യൂണിറ്റ് ഇന്ധനം കൊണ്ടുപോകുന്ന കപ്പലെന്നോ മറ്റോ ആയിരിക്കും. അഞ്ജന വായിച്ചു തെറ്റിപ്പോയതായിരിക്കാം. എന്തായാലും അത്രയൊന്നും കപ്പലുകൾ അവിടെ ഇല്ല. ഏറിപ്പോയാൽ 10-10,000 എണ്ണേ കെട്ടിക്കിടക്കുന്നുള്ളൂ. ഇനി അതിൽ തന്നെ 2-3 മാക്സിമം കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ. അതും എങ്ങനെയാണ്? ഇറാനെ പേടിച്ച് ഈ റഡാറുകളൊക്കെ ഓഫാക്കി, ലൈറ്റൊക്കെ ഓഫാക്കി, ചൂട്ട് പിടിച്ച് പോകുന്ന പോലെ എങ്ങനെയെങ്കിലും ചക്ക വീണ് മോയിൽ എത്തുമെന്ന് പറയുന്ന പോലെ 1-2 കപ്പലുകൾ പോയിട്ടുണ്ടാകാം. ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ തെളിവ് ഇവിടെ, ഏതൊക്കെ കപ്പലുകളാണ് പോയത്, അതിന്റെ ദൃശ്യങ്ങളുണ്ടോ, ഈ കപ്പലുകൾ ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നോ, അമേരിക്കയുടെ പടക്കപ്പലുകൾ ഈ കപ്പലുകൾക്ക് എസ്കോർട്ട് പോയിരുന്നു. ഇതൊക്കെയാണല്ലോ വലിയ ചർച്ച നടത്തിയത്. അമേരിക്ക പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ പടക്കപ്പലുകൾ നിങ്ങൾക്ക് എസ്കോർട്ട് തരും, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്നാണ് പറഞ്ഞത്. ആ പറച്ചിലും കേട്ട് വന്ന ഒരുപാട് കപ്പലുകൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഭസ്മമാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് ബാരൽ എണ്ണ വെള്ളത്തിൽ പോയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ വെള്ളത്തിൽ പോയിട്ടുണ്ട്, കത്തിപ്പോയിട്ടുണ്ട്. എന്നിട്ടും ട്രംപ് പറയാണ് ഇത് ഞങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഹോർമൂസ് ഞങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒമാന്റെ തീരത്തിന്റെ ആവശ്യം? അതാണ് ട്രംപിനോട് ചോദിക്കാൻ. ട്രംപ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിക്കുന്നത് ഹോർമൂസ് അമേരിക്കയുടെ ഭാഗമായി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇറാന്റെ തീരം ഉപേക്ഷിക്കുന്നത്? അതൊക്കെ ഹോർമൂസിന്റെ ഭാഗമാണല്ലോ. അതിലെ കപ്പലയക്കട്ടെ, വരുന്ന വെല്ലുവിളികളെ ട്രംപ് നേരിടട്ടെ. അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒമാനും ഇറാനും തമ്മിൽ നിർണായകമായ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇറാനും ഒമാനും ഒന്നിച്ച് മേഖലയിൽ ടോൾ പിരിക്കുക. ഏതൊക്കെ രാജ്യങ്ങളുടെ കപ്പലുകൾ പോകണം, ആ ഓരോരോ രാജ്യങ്ങൾക്കും ഓരോരോ ടോൾ നിരക്കായിരിക്കും. ആ കപ്പലുകൾ എങ്ങനെ കടന്നു പോകണം, എപ്പോൾ പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു യൂണിയൻ ആയിരിക്കും. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വന്നാൽ ഹോർമൂസിലെ പ്രശ്നം ഒറ്റയടിക്ക് ഇറാന്റെ നേതൃത്വത്തിൽ പരിഹരിക്കപ്പെടും. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. അപ്പൊ അങ്ങനെ ഇറാൻ പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവർക്കും ഒന്നിച്ചു പോകാം. അമേരിക്ക എപ്പോഴും പറയുന്നത് എന്താണ്? ഇറാനും ഇറാന്റെ പോഷക സംഘടനകൾ, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, അവർ ഭീകര സംഘടനകൾ എന്നാണ് പറയുന്നത്. ഈ ഭീകര സംഘടനകൾ ഗൾഫ് രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. അതുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന പേരിൽ അവിടെ വേണമെന്നാണ് കാലങ്ങളായിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു കുമിളയാണ്, സോപ്പ് കുമിളയാണ്, തട്ടിയാ പൊട്ടുന്ന കുമിളയാണെന്നുള്ളത് ഇറാൻ അത് ബോധ്യപ്പെടുത്തി. അത് ഇറാന്റെ സ്ട്രാറ്റജി ആയിരുന്നു, ഇറാന്റെ യുദ്ധതന്ത്രമായിരുന്നു. അമേരിക്കൻ സുരക്ഷ എന്നതൊരു മിത്താണ്, അമേരിക്കൻ സുരക്ഷ എന്നത് ഒരു സോപ്പ് കുമിളയാണ്, ഊതി വീർപ്പിച്ച ബലൂണാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇറാന്റെ ആക്രമണങ്ങളിലൂടെ കഴിഞ്ഞു. അതാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയോട് വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ അമേരിക്ക സൗദിയെ കളത്തിലിറക്കി. ഇറാഖിൽ ഇറാന്റെ മിലീഷ്യകൾക്ക് നേരെ ആക്രമണം നടത്തി. ഉടൻ തന്നെ ഇറാൻ എന്ത് ചെയ്തു? ഹൂത്തികളെ കൊണ്ട് സൗദിയെ ആക്രമിപ്പിച്ചു. ഹൂത്തികൾക്കൊപ്പം ഇറാൻ അടിയുറച്ചു നിന്നു. പക്ഷെ സൗദിയെ ഹൂത്തികൾ ആക്രമിച്ചപ്പോൾ അമേരിക്ക ചെയ്തത് എന്താ? ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ കൂടെ നിന്നവരെ യുദ്ധത്തിനിറക്കുകയും ഒരു ആപത്ഘട്ടത്തിൽ ചതിക്കുകയും ചെയ്യുന്നവരാണ് അമേരിക്ക എന്ന് വ്യക്തമായി അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. അതോടുകൂടി ഇറാൻ പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിലൂടെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്, അതിന് കുറച്ചുകൂടി വിശ്വാസ്യത വന്നു. ഇറാനെ കുറെ കൂടി ഗൾഫ് രാജ്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഘട്ടമെത്തി. ഒപ്പം അമേരിക്കയെ പടിക്ക് പുറത്ത് നിർത്തുന്ന ഒരു ട്രെൻഡ് വന്നു. ഈ സമയത്താണ് കൃത്യമായി കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായത്. അതായത് UAE-യിലേക്ക് 2 മിസൈലുകൾ എത്തി. ഇതിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും, ഇസ്രായേലാണ് അതിന് പിന്നിൽ എന്ന സൂചനകൾ ഇറാൻ നൽകുമ്പോഴും, അമേരിക്ക പറയുന്നത് ഇറാനാണ്. ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നു.
ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന നിലയിലേക്ക് UAE വരുന്നു. അപ്പോൾ ഒരു സമാധാനം, ഇറാനുമായി ബന്ധപ്പെട്ട ഒരു സമാധാനം, അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പ്, ഇറാനുമായി ചേർന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചിമേഷ്യയിൽ ഒരു ഐക്യം വരുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇടങ്കോലിടുന്ന വിധത്തിൽ ഇതുപോലെ പലതും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഹോർമൂസ് കുറെ കൂടെ, അതായത് അറബ് രാജ്യങ്ങളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലാണ് ഹോർമൂസ് എന്ന് വീണ്ടും വീണ്ടും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ഒരു നാടകമായിരിക്കും ഇത്. അവിടെയും തന്ത്രപരമായിട്ട് ഇറാൻ നിശബ്ദത പാലിക്കുകയാണ്. ഇറാൻ എപ്പോഴും അമേരിക്കയുടെ ക്ലെയിംസ് തെറ്റാണെന്ന് പറയുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ നിശബ്ദമായിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ഹോർമൂസിൽ ഒരു വലിയ അടി ഇറാൻ കൊടുത്തിരിക്കും. ഇത് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന വിധത്തിലൊരു ആക്രമണം ഇറാൻ നടത്തും. ഒപ്പം ഇസ്രായേലിന് നേരെയും ശക്തമായ ഒരു ആക്രമണം ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ഈ മറുനാടനൊക്കെ പോലുള്ള കുറെ മാധ്യമങ്ങളുണ്ട് തെറ്റായ അന്താരാഷ്ട്ര വാർത്തകൾ നൽകുന്ന. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഹമാസിന്റെ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, ഇസ്രായേൽ ഗസ യുദ്ധം തുടങ്ങുന്ന സമയത്ത് മറുനാടിലെ സാജൻ ഷ്കാരിയ എന്നുള്ള യൂട്യൂബർ കൊടുത്ത ഒരു തലക്കെട്ട്, ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വേട്ടപ്പട്ടികളെ വിട്ട് ഈ ഹമാസിന്റെ ആളുകളെ മുഴുവൻ കടിപ്പിക്കും, ഇസ്രായേൽ കടുപ്പിച്ചു കൊല്ലും. പിന്നെ അതുപോലെ റോബോട്ടുകളെ ഈ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വിട്ടിട്ട് ഹമാസിന്റെ ആളുകളെ മുഴുവൻ തീർക്കും. അത് 4 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ പലസ്തീൻ പൂർണ്ണമായി ഇസ്രായേൽ പിടിച്ചെടുക്കും. നെതന്യാഹുവും ട്രംപച്ചായനും ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ സാജൻ ഷ്കാരിയ യൂട്യൂബർ. ഇയാൾക്കൊന്നും അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധവും ഇല്ല, ഇരുന്ന് തള്ളുകയാണ്. വെച്ചാൽ ഈ സംഘപരിവാറിന്റെ ആളുകളായിട്ടുള്ള കുറച്ച് ആളുകള്, ക്രിസംഗികള്, അവരെ പ്രതിദാനം ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഫോൾസ് ന്യൂസ് ആണ് എന്ന് തിരിച്ചറിയില്ല, വിവേചന ബുദ്ധി കുറച്ച് കുറവാണ്. അപ്പം ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് അർമാദിക്കും. അപ്പോൾ വ്യൂ കിട്ടും, അതിൽ നിന്ന് പൈസ കിട്ടും. അങ്ങനെ നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെയൊക്കെ കൃത്യമായി കൗണ്ടർ ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസ്യതയുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ, നമ്മൾ ഏത് വിഷയത്തിൽ എന്ത് നിലപാടെടുത്താലും കൃത്യമാണ് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ സാജൻ ഷ്കാരിയ യൂട്യൂബറുടെയൊക്കെ വീഡിയോ ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുക, ഇപ്പൊ ഹമാസ് തീരും, ഗസ തീരും, ഇസ്രായേല് ഗസ പിടിച്ചെടുക്കും, പലസ്തീന്റെ പേര് മാറ്റി ഇസ്രായേൽ 2 എന്നാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിൻസ് നടക്കുക. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് നടക്കാൻ പോകുന്ന കാര്യമില്ല. അതിന് ഇന്ന കാരണങ്ങളുണ്ട്, ജിയോഗ്രഫിക്കലായ കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാരണമുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് നീ രാജ്യവിരുദ്ധനാണ്, ദേശദ്രോഹിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് തിയറിയാണ്. ഇസ്രായേൽ 1, പലസ്തീൻ 1, 2 രാജ്യം. പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന് വാദിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടാണ് ഇവർ പറയുന്നത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് രാജ്യവിരുദ്ധമാണ്. അതായത് ഇന്ത്യയുമായി നേരിട്ട് ഒരു ബന്ധമില്ലാത്ത വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോഴാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന മിത്രങ്ങൾ, സുമേഷ് കാവിപ്പടയും സാജൻ ഷ്കാരിയൊക്കെ അടങ്ങുന്ന കുറെ ആളുകൾ, അതിൽ RSSുമായി സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുകളുണ്ട്. സാജൻ ഷ്കാരിയൊക്കെ വർഗീയമായ കാഴ്ചപ്പാട് മാത്രമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ, സംഘപരിവാറിനെ പറ്റിക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സംഘികളെ വെറുതെ ഇങ്ങനെ ഇളക്കി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ ഇത് വർഗീയമായ മൈൻഡിലാണ് ഇതിനെ കാണുന്നത് ഞാൻ മനസ്സിലാക്കാം. അന്ധമായ മുസ്ലിം വിരുദ്ധം, മരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണെങ്കിൽ ആഹാ എന്ന് ചിന്തിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ കുറെ ആളുകൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അവസാനം എന്തായി? ഇസ്രായേൽ മുട്ടുകുത്ത് 2.5 വർഷക്കാലം യുദ്ധം ചെയ്തിട്ടും ഗസ പിടിച്ചെടുക്കാൻ കഴിയാതെ ഇസ്രായേൽ സേന അവിടെ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇറാനെ അങ്ങനെ തൊടാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ കുറെ ആളുകൾ ട്രംപ് എന്റെ പിതാവാണ്, ട്രംപ് എന്റെ അച്ചായനാണ്, ട്രംപ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് ഇരുന്ന് കിടന്ന് ചാടി. വലിയ തുള്ളലായിരുന്നു. ഇവര് പണ്ട് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇവിടെ അമ്പലത്തില് പൂജ കഴിപ്പിച്ച ആൾക്കാരാണ് ഇവർ. അമേരിക്കൻ ഫണ്ട് വരുന്നുണ്ടോ ഇതേ ആളുകൾ തന്നെയാണ് CJP സമരം അമേരിക്കൻ ഫണ്ടിങ് ആണ്, അത് തെറ്റാണ്, രാജ്യവിരുദ്ധമാണെന്ന് പറയുന്നത്. അതായത് ട്രംപ് ദൈവമാണെന്ന് പറയുന്ന ഇതേ ആളുകൾ CJP സമരം വരുമ്പോൾ ട്രംപിന്റെ അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്, അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വിഷയത്തിലും മതപരമായ പല കാരണങ്ങൾ കൂട്ടിച്ചേർത്ത് മതം നോക്കി, ജാതി നോക്കി സംസാരിക്കുന്ന കുറെ വിഡ്ഢികളുണ്ട്. ഈ വിഡ്ഢികളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള അമേരിക്ക ഗംഭീരമാണ് ഈ യുദ്ധത്തിൽ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ട്രംപ് ഈ യുദ്ധം നടത്തുന്ന ഇറാനെതിരെ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നടക്കാൻ പോകുന്ന കാര്യമില്ല, കിട്ടില്ല. ഇറാനിൽ ഒരു ഭരണമാറ്റവും നടക്കാൻ പോകുന്നില്ല. ഇറാനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. ഇറാൻ ഹോർമൂസ് അടയ്ക്കും. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ യുദ്ധം തുടങ്ങുന്ന അന്ന് നമ്മൾ വീഡിയോ ചെയ്തു ആദ്യമായിട്ട് ഇറാന് മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഹോർമൂസ് അടയ്ക്കും,
ചെങ്കടൽ ഹൂത്തികളെ കൊണ്ട് അടപ്പിക്കും. ഇത് രണ്ടും അടപ്പിച്ചാൽ ഈ യുദ്ധം ഇറാൻ പറയുന്നിടത്ത് വരുമെന്ന് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. അന്ന് പലരും പറഞ്ഞു അങ്ങനെയൊന്നും നടക്കില്ല, ഹോർമൂസ് അതാണ് ഇതാണ്. ഒരു കാര്യം അറിയോ അഞ്ജനെ, ഈ ഗൾഫ് രാജ്യങ്ങൾ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളല്ല. അതായത് ഹോർമൂസിൽ ഇറാൻ ഒരു കച്ചവടം ഉറപ്പിച്ചാൽ, ഇറാൻ അതൊക്കെ പിടിച്ചെടുത്താൽ, ഈ സൗദിയും ഖത്തറും കുവൈറ്റും ഒന്നും ആയുധങ്ങളുമായിട്ട് ഇറാനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോവില്ല. അവർ തന്ത്രപരമായിട്ട് ഇറാനുമായിട്ട് അലയൻസ് ആയിട്ട് അതെങ്ങനെയും പരിഹരിക്കാൻ നോക്കുള്ളൂ. അതായത് ഹോർമൂസ് ആരുടെ കയ്യിലാണോ അവർക്കൊപ്പം അറബ് ലോകം നിൽക്കും. അപ്പൊ ഇറാനാണ് അവിടെ അപ്രമാദിത്വമെങ്കിൽ, ഇറാൻ അവിടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടെങ്കിൽ, ഇറാൻ അത് കൃത്യമായി പരിപാലിച്ചു പോകുന്നുണ്ടെങ്കിൽ, അമേരിക്കക്ക് ഇറാനെ തൊടാൻ പറ്റിയില്ലെങ്കിൽ, ഇറാനിൽ നിന്ന് ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള സൈനിക ശേഷി അമേരിക്കക്കില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അറബികൾ ഇറാനുമായി കൈകോർക്കും. അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളെ ഇറാൻ വലിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് അമേരിക്ക ഹോർമൂസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇപ്പൊ പറയുന്ന ഈ വീരവാദം എന്ന് മാത്രം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ട്രംപ് അല്ലേ മോൻ, ഇയാള് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുന്നത് പോലെ ഒരൊറ്റ ലോക നേതാക്കളും മെഴുകാറില്ല. മനസ്സിലായില്ലേ? വീരവാദങ്ങളും തള്ളുകളും അടിച്ച് സോഷ്യൽ മീഡിയയിൽ അടിച്ചു വിടുന്ന ആളാണ് ട്രംപ്. അങ്ങനെയുള്ള ട്രംപിന് ഈ പറയുന്ന ഹോർമൂസ് തങ്ങളുടെ കയ്യിലാണ് എങ്കിൽ അതിലെ അമേരിക്കൻ കപ്പലുകളുടെ അകമ്പടിയോടെ പോകുന്ന, ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന മറ്റ് കപ്പലുകളുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തൂടെ, കൊടുത്തൂടെ? എന്താ കൊടുക്കാത്തെ? 1-2 കപ്പലുകൾ കടന്നിട്ടുണ്ടാവും, ഇരുട്ടുവാക്കിന് ചൂട്ടും തെളിച്ച് പോയതായിരിക്കും. അത് ഇറാന്റെ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി, കാണാതെ ഏതോ ഒരു മൊമെന്റിൽ എന്തോ ലക്കിലടിച്ചു പോയതായിരിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഹോർമൂസിൽ ഇറാന്റെ അനുമതിയോ ഇറാന്റെ സമ്മതമോ ഇല്ലാതൊരു നീക്കം നടക്കില്ല. അല്ലെങ്കിൽ ഇറാൻ മനഃപൂർവ്വം കണ്ണടച്ച് ട്രംപ് ഇനി എന്താണ് ചെയ്യുന്നത് എന്നൊരു ടെസ്റ്റ് ഡോസ് ഇട്ടതായിരിക്കും. ഹോർമൂസ് ഉപേക്ഷിച്ചോ, അല്ലോ ഇനി ഹോർമൂസിൽ വീണ്ടും വരുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും ഉറപ്പിച്ചു പറയാം, ഈ വാർത്ത അല്ലെങ്കിൽ ഹോർമൂസ് ട്രംപ് പിടിച്ചെടുത്തു എന്നുള്ളത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ചില കപ്പലുകൾ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് ഹോർമൂസിൽ ഇറാന് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു, ഇറാൻ തകർന്നു, ഇറാന്റെ പ്രതിരോധം ഇല്ലാതായി, ഇറാൻ സൈന്യമില്ല, അങ്ങനെ കുറെ നറേറ്റീവുകൾ ആളുകൾ പറയുന്നു. അത് ഒരിക്കലും സംഭവിക്കില്ല. ചെറിയൊരു ശ്രദ്ധക്കുറവിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടോ എങ്ങനെയും ആവാം ചില അമേരിക്കൻ കപ്പലുകൾ അമേരിക്കയുടെ നിർദ്ദേശത്തോടെ ചില കപ്പലുകൾ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അതൊരിക്കലും ശാശ്വതമാണ് അല്ലെങ്കിൽ പൂർണ്ണമായും അവിടുത്തെ ഗ്രിപ്പ് ഇറാന് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിനിടയിൽ സാമ്പത്തിക യുദ്ധവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞാൽ അഞ്ജന, എത്ര കൊല്ലമായി ഈ ഇറാനിൽ ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്നത്? 49 ഇയേഴ്സ് കഴിഞ്ഞു, 59 വർഷം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഇറാനെതിരെ ഉപരോധം നടത്തിയിട്ടില്ല എന്നാണോ? ഇറാനെതിരെ എന്തൊക്കെ ഉപരോധങ്ങൾ വന്നിട്ടുണ്ട്. ഇറാൻ വാർ വരെ എത്ര നാൾ നീണ്ടു നിന്നു. ഇറാനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ഉപരോധങ്ങൾ ട്രംപ് വന്നതിന് ശേഷം കൊണ്ടുവന്നു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി, ഇറാനിലേക്ക് പോകുന്ന കപ്പൽ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി, ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇറാനുമായിട്ടൊരു ഡീല്, ഒരു ബിസിനസ് ഡീൽ സംസാരിക്കുന്ന കമ്പനികൾക്ക് ഇത് ഏർപ്പെടുത്തി. ഇറാനിൽ പ്രവർത്തിക്കാൻ പോകുന്ന വിദേശ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഒരു രാജ്യത്തും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന മട്ടിലേക്ക് തിട്ടൂരമിറക്കി. എന്നിട്ട് ഇറാൻ എന്ത് സംഭവിച്ചു? ഇറാനിൽ സാമ്പത്തികമായി നഷ്ടമൊക്കെ ഉണ്ടായി. പക്ഷെ ഇറാൻ മുട്ടുകുത്തിയോ? ഇറാൻ കാലിൽ വീണോ? ഇറാൻ അമേരിക്കയോട് സഹായം ചോദിച്ചോ? ഇല്ലല്ലോ. അതെങ്കിൽ അത് മതി, ആത്മാഭിമാനം പണയം വെച്ച ഒരു പരിപാടിക്കുമില്ല എന്ന് ഇറാൻ തീരുമാനിച്ചു. അവിടെയാണ് ട്രംപിന് തെറ്റിപ്പോയത്. ഇവിടെ ഇപ്പൊ എന്താ ട്രംപ് പറയുന്നത്? ഹോർമൂസിലൂടെ ഒരു കപ്പലുകളും ഇറാനിലേക്ക് വിടില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി മാറ്റാനുള്ള ഗെയിമാണ് ഇപ്പോൾ ഇറാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായി ഹോർമൂസ് പൂർണ്ണമായി ഇറാന്റെ കാൽക്കീഴിലേക്ക് വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഓൾറെഡി അതിൽ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ ആ നിലയിലേക്ക് പോവാണ്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഹോർമൂസ് പൂർണ്ണമായി തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് അവിടെ നിന്ന് ടോൾ പിരിക്കും. ഏതൊക്കെ രാജ്യങ്ങൾ അതിലേക്ക് പോകണമെന്ന് ഇറാൻ തീരുമാനിക്കും. അങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ട്രംപ് ഹോർമൂസ് പിടിച്ചെടുത്തിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അങ്ങ് വീതിച്ചു കൊടുക്കുന്നു വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഏതോ ശരിക്കും ഈ ട്രംപ് പ്രൊവോക്ക് ചെയ്യുകയാണോ ഇറാനെ? പ്രൊവോക്ക് ചെയ്യല്ല, ഇത് ഗതികെട്ട ഒരു വെല്ലുവിളിയാണ്. അതായത് വേറൊന്നും ട്രംപിന് ചെയ്യാൻ കഴിയില്ല. ട്രംപിന് അങ്ങനെ ഹോർമൂസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്താൻ എന്താണ് തടസ്സം? ഇറാന് നേരെ ആക്രമണം നടത്തി ഇറാനെ കീഴ്പ്പെടുത്തി ഹോർമൂസ് പിടിച്ചെടുത്തു. അപ്പൊ അവിടെ ഇനി ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇറാന്റെ കയ്യിൽ വെല്ലുവിളിക്കാനോ വിലപേശാനോ ഒന്നുമില്ല. ഇറാനെ അടിക്കായിരുന്നില്ലേ? എന്താ ചെയ്യാത്ത? സമാധാനത്തിന് വേണ്ടിയാണെന്ന് കരുതാൻ പറ്റുമോ?
ഈ ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ഇറാനെ ഉപദ്രവിക്കരുത് എന്ന് പാവം തോന്നിയിട്ട് വെറുതെ വിട്ടു കരുതണം? ഇതൊന്നുമല്ല. അമേരിക്കയുടെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള കാശില്ല, പ്രതിരോധ സംവിധാനങ്ങൾ, പ്രതിരോധത്തിനുള്ള ആയുധങ്ങളില്ല, വെപ്പൺസ് ഇല്ല. യുദ്ധം ചെയ്യാനുള്ള വെപ്പൺസ് കുറയുകയാണ്. അമേരിക്കൻ സൈനികർ പലരും വട്ടായി നടക്കുകയാണ്. ഈ പറയുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന്റെ ദയനീയാവസ്ഥ നമ്മൾ കണ്ടതാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. സൈനികർ തമ്മിൽ തല്ലാണ്. 7 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്ത വന്നേ. ഇതൊക്കെ ചെറിയ കാര്യമാണോ? ലോകശക്തി, ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക ഇറാനെ പോലെ താരതമ്യേന ചെറിയൊരു രാഷ്ട്രത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അവർക്ക് കിട്ടിയ തിരിച്ചടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനിയും യുദ്ധം ചെയ്യാനായിട്ട് ട്രംപ് പോകുന്നതാണ് കരുതണ്ടേ? ഇറാൻ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണല്ലേ ട്രംപിനെ? ഇറാൻ ട്രംപിനെ പ്രതിസന്ധിയിലാക്കുകയല്ല, ട്രംപിനെ ഇച്ഛാ വരപ്പിക്കും. ട്രംപിന് ഇനി ഇതിൽ നിന്ന് ഊരാൻ ഒറ്റ വഴികൾ. ഇപ്പം ഹോർമൂസ് വേണം, അല്ല ഹോർമൂസ് ഞങ്ങളുടെയാണെന്ന് ട്രംപ് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇടഞ്ഞു നിൽക്കുന്ന അറബ് രാജ്യങ്ങളെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തുക, ധൈര്യം കൊടുക്കുക, ഫേക്കായിട്ട് വ്യാജമായ ധൈര്യം കൊടുക്കുകയാണ്. അതായത് പറയുന്നത് എന്താണ്? ഹോർമൂസ് ഞങ്ങളുടെയാണ്, ഹോർമൂസ് നമ്മുടെ കയ്യിലാണ്, ഹോർമൂസ് ഈ അമേരിക്കയുടെ മാപ്പിലുണ്ട്. എന്ത് മാപ്പ്? ആർക്കും വരയ്ക്കാവുന്നുള്ളൂ. നാളെ ഇറാൻ വരച്ച് ഹോർമൂസ് എന്റെയാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, ഞാനിവിടെ ഇരുന്നിട്ട് ഹോർമൂസിന് എൻ്റെ പേര് ഹോർമൂസ് കിട്ടിയിട്ട് എൻ്റെ പേര് യദു നാരായണെന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് പേര് അതാവൂ? ഇല്ലല്ലോ. അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അംഗീകരിക്കണ്ടേ? ഇത് ഇത്രയും ലാഘവത്തോടു കൂടിയാണ് ട്രംപ് ഈ കാര്യങ്ങളെ കാണുന്നത്. അത്രയും ബാലിശമായിട്ടാണ് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ട്രംപ് ഇടപെടുന്നത്. ഇപ്പൊ ട്രംപ് എന്താ പറയുന്നത്? ട്രംപ് പറയുന്നത് ഹോർമൂസ് ഞങ്ങളുടേതാണ്. ട്രംപിന് സ്വപ്നം കാണാം, അങ്ങനെ പറയാം, പക്ഷെ യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന അതാണ്, ട്രംപിന് ഈ ഹോർമൂസ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ പരസ്യമായിട്ട് കപ്പലുകൾ കൊണ്ടുപോകൂടെ? അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് വിട്ടുകൂടെ? ഇതുവരെ ഒരൊറ്റ അമേരിക്കൻ കപ്പൽ അതിലെ ഹോർമൂസിലൂടെ ഈ പറയുന്ന കപ്പലുകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല, അകമ്പടിയായിട്ട് പോയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിന്നെ എന്താണ് ഇത്? ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒന്നാകുന്നതിന്റെ വിറളിയാണ് ട്രംപിനെ സംബന്ധിച്ച്. അറബ് രാജ്യങ്ങളും ഇറാനും ഒന്നിച്ചാൽ പിന്നെ അവിടെ അമേരിക്കയുടെ ആവശ്യമില്ല. അവര് പശ്ചിമേഷ്യയുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. പശ്ചിമേഷ്യയുടെ സുരക്ഷ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോട്, GCC രാജ്യങ്ങളോട് ട്രംപ് പറയുന്നത് ഇറാനാണ് പ്രശ്നമെന്നാണല്ലോ. ഇറാൻ നിങ്ങളെ ആക്രമിക്കും, ഇറാൻ ആണവായുധം ഉണ്ടാക്കും, ഇറാൻ നിങ്ങളെ കൊല്ലും. ഇറാൻ പറയുന്നത് ഞങ്ങൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് കരാറിൽ ഒപ്പിടാം, കൈകൊടും എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്ക് അതല്ലേ എളുപ്പം. പിന്നെ അമേരിക്ക ചുമക്കേണ്ട കാര്യമില്ലല്ലോ, ഇസ്രായേലിന്റെ താല്പര്യങ്ങളോട് സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. തികഞ്ഞ മുസ്ലിം വിരോധികളായ ഒരു ഭരണകൂടം ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഇസ്രായേലിനെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവർ ശത്രുത വേണമെങ്കിൽ ശത്രുതയാവാം, അതെന്തോ ആയിക്കോട്ടെ, അത് ഇനി പിന്നീടുള്ള കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് അമേരിക്കയെ ചുമക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അമേരിക്കയാണ് ഇപ്പൊ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ത്രെട്ട് പോലും ട്രംപിന്റെ മേലുണ്ട്, എന്നിട്ടും ട്രംപ് ഇത്രയും ഇങ്ങനൊക്കെ ഓരോന്ന് പറയുന്നതിന്റെ ത്രെട്ട് വേറെ, വെല്ലുവിളി വേറെ. ഇത് ട്രംപ് പറച്ചിൽ മാത്രമാണെന്ന് പറയാൻ ആർക്കും പറ്റും. ആ പറച്ചിൽ എന്ന് പറയുന്നത് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഈ കീലേരി അച്ചു എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് ആരും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക, അത് തന്നെ സാധനം. അതായത് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഹോർമൂസ് അമേരിക്കയുടെ കയ്യിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അമേരിക്കയെ മാറ്റി നിർത്തുന്ന രാജ്യങ്ങളെ, ഭരണത്തലവന്മാരെ വെറുതെ ഒന്ന് കൺവിൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. എല്ലാ കാലത്തും നടത്തുന്ന പോലെ ട്രംപ് പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹോർമൂസിൽ അമേരിക്കയുടെ കൊടി പൊങ്ങിയനെ, ഹോർമൂസിൽ മുഴുവൻ അമേരിക്കൻ പടക്കപ്പലുകളായേനെ, ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശമേ ഉണ്ടാകില്ലായിരുന്നു. അല്ലെങ്കിൽ ഇറാനിൽ ട്രംപ് ഭരണം നടത്തിയേനെ, വെനസ്വലയിൽ നടന്ന പോലെ നടന്നേനെ, മുജ്തബ ഖാംനെയി അമേരിക്കയുടെ ജയിലിൽ കിടന്നേനെ. ഇതെന്ത് സംഭവിക്കാത്തത്? ട്രംപ് പറച്ചിൽ മാത്രമേ ഉള്ളൂ, നടക്കില്ല. അത് തന്നെയാണ് ഇതും അതിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.